ഹായ്, നമുക്കിന്ന് അഡ്വക്കേറ്റ് അഞ്ജലി എന്ന സീരിയലിൻ്റെ റിവ്യൂ കേട്ടാലോ. അനുപമയെ ദേഷ്യത്തിൽ അഭി വിളിക്കുന്നു. എന്താ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടുന്നു. അനുപമ വന്ന് എന്താ അഭിയേട്ടാന്ന് ചോദിക്കുമ്പോൾ ദേഷ്യത്തോട് ഒന്ന് പൊട്ടിക്കുന്നു. പത്മയെ കൊല്ലിച്ചത് ഇവളാണ്. എൻ്റെ ഭാര്യ എന്ന ലേബലിൽ ഇവിടെ കൂടിപ്പറ്റി അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ കയ്യാളായി. ഈ ശംഖുചക്രം തറവാടിനെ അധോലോക സങ്കേതമാക്കി മാറ്റി. പത്മയെ ഇവളാണ് കൊന്നത്, ഞാൻ ആരെയും കൊന്നിട്ടില്ല, എന്നെ വിശ്വസിക്കുമെന്ന് അനുപമ പറയുന്നു. കാർത്തിക്കിനും കാവ്യയ്ക്കും എവിടെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് ഞാൻ കേട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. പത്മ ഈ വീട്ടിലെ പെണ്ണായിരുന്നു. ഞാനും അർജുനൻ്റെ എൻ്റെ പെങ്ങൾ ദീപ്തിക്ക് തുല്യമായി അവളെ സ്നേഹിച്ചിരുന്നു. അമ്പാടി ആശുപത്രിയിൽ അഞ്ജലിയും അർജുനുമായി കാണാൻ പോകുന്നു. നേരെ ഒരുപാടായി എന്ന് പറഞ്ഞ് അഞ്ജലിയോട് വീട്ടിൽ പോകാൻ അർജുൻ പറയുന്നു. പത്മയുടെ ബോഡി സ്വീകരിക്കാൻ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അവൾക്ക് ഒരപ്പച്ചിയുണ്ട്. ആ അപ്പച്ചിക്കൊരു കുഞ്ഞു വീട് വയ്ക്കാൻ അവൾ കുഞ്ഞു വീട് വയ്ക്കാനാണ് അവൾ കഷ്ടപ്പെട്ടതെന്ന് എന്നോട് പത്മ പറഞ്ഞിരുന്നു. ഈ സമയം അമ്പാടിക്ക് ഫിറ്റ് വരുന്നു. അമ്പാടി എന്ന് വിളിച്ചുകൊണ്ട് അർജുനകത്തേക്ക് പോകുന്നു. സിസ്റ്റർ ഓടി വന്ന് ഡോക്ടറെ വിളിക്കുന്നു. അഞ്ജലി വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും സങ്കടപ്പെടുന്നു. അവളെ അനാഥയെപ്പോലെ കൊടുക്കണ്ട, നമുക്കവളെ വേണമെന്ന് പറഞ്ഞ് എല്ലാവരും വിലപിക്കുന്നു. അവൾ തേങ്ങാപ്പട്ടണത്ത് പോയ വിവരം ഇത്രയും രഹസ്യമാക്കി വെച്ചിട്ട് ആരാണ് ചോർത്തിയതെന്ന് അഞ്ജലിയുടെ അച്ഛൻ ചോദിക്കുമ്പോൾ അമ്മായി നിന്ന് പരുങ്ങുന്നു. അനുപമ അഭി പറഞ്ഞ കാര്യങ്ങളോർത്ത് സങ്കടപ്പെടുമ്പോൾ അമ്മായി ഇന്ദിര അനുപമയെ വിളിക്കുന്നു. ഈ സമയത്ത് ഇനി അവർക്കെന്താണോ പറയാനുള്ളതെന്ന് വെച്ചിട്ട് അനുപമ ഫോൺ എടുക്കുന്നു. നീയല്ലേടി പത്മയെ കൊല്ലിച്ചതെന്ന് ചോദിക്കുന്നു. അയ്യോ, അമ്മായിയോട് ആര് പറഞ്ഞതാ എന്ന്. എന്നെ ഒറ്റ കൊടുക്കരുതെന്ന് ഇന്ദിര അനുപമയോട് പറയുമ്പോൾ ഒരു കാലത്ത് നിങ്ങളെ ഞാൻ ഒറ്റ കൊടുക്കില്ല, നിങ്ങൾക്ക് വിശ്വസിക്കാമെന്ന് പറയുന്നത് കേട്ടുകൊണ്ട് രാഘവനുണ്ണി വരുന്നു. അപ്പോൾ അഭിലാഷ് പറഞ്ഞതെല്ലാം ശരിയാണല്ലേ, നീയാണ് പത്മയെ കൊന്നത് എന്ന് അവളോട് ചോദിക്കുന്നു. പക്ഷേ ഞാനല്ല അച്ഛാ എന്ന് പറഞ്ഞിട്ട് നടന്നതെല്ലാം അനുപമ അഡ്വക്കേറ്റിനോട് പറയുന്നു. നീ പറഞ്ഞതെല്ലാം ശരിയാണോ? അതെ അച്ഛാ, ഇതെല്ലാം ശരിയാണ്. കാവ്യയോടും കാർത്തിക്കിനോടും പത്മയെ അഞ്ജലിയും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ അവരാണിത് ചെയ്തതെങ്കിലോ അച്ഛാ? അമ്പാടിക്ക് ബോധം തെളിയുന്നു. നടന്ന കാര്യങ്ങളെല്ലാം ഓർമ്മിക്കുന്നു. അഞ്ജലി അമ്പാടിയുടെ അടുത്ത് രാവിലെ തന്നെ എത്തി. അമ്പാടി അഞ്ജലിയോട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. സാറ് പറഞ്ഞേൽപ്പിച്ചതല്ലേ, അവൻ ഒരിക്കലും കോടതിയിലെത്താൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ അവൻ ഉപദ്രവിക്കാൻ 4 പേർ വന്ന് ബൈക്കിൽ 4 പേർ വന്ന് ഞങ്ങളെ ഉപദ്രവിക്കാൻ നോക്കുന്ന സമയം ഞങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ഇറങ്ങി ഓടി എന്ന് പറയുന്നതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ബൈ, നാളെ കാണാം.